യാക്കോബിൻ്റെ ലേഖനം 4:14. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. എന്ത് മനോഭാവമാണ് നമ്മെക്കുറിച്ചും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവിനെക്കുറിച്ചും വച്ചു പുലർത്തുന്നത് എന്നത് ജീവിതത്തിൽ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതും ജീവിക്കണമോ വേണ്ടയോ എന്ന് തന്നെ തീരുമാനിക്കുന്നതുമാണ്. എനിക്കൊരു കഴിവുമില്ല, എല്ലാവരേക്കാളും ഞാൻ മോശമാണ്, എൻ്റെ ജീവിതം കൊണ്ടൊരു പ്രയോജനവുമില്ല, ഞാനൊരു പരാജയമാണ് എന്നെല്ലാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ വേണ്ട രീതിയിൽ മുന്നോട്ട് ജീവിക്കാനോ കഴിയുകയില്ല. അവർ മറ്റുള്ളവർക്കും ഒരു ബാധ്യതയായി തീരും. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്ന് വരികിലും അതിൽ നിന്ന് പുറത്തു വരുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പോകാനാവൂ. ഇതിൻ്റെ ഒരു മറുവശവുമുണ്ട്. ഞാൻ എല്ലാവരേക്കാളും മികച്ചവനും മറ്റെല്ലാവരും ഒരു വിലയുമില്ലാത്തവരും എൻ്റെ ചിന്തകളും തീരുമാനങ്ങളുമാണ് ശരി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരും അപകടത്തിലാണ്. അഹങ്കാരം നിമിത്തം അവർ തങ്ങൾക്കും സമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും. എല്ലാറ്റിലും സന്തുലിതമായ ഒരു മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. എനിക്ക് യാതൊരു കഴിവുമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കും, ശരിയായ ചിന്തകൾ തന്ന് എന്നെ മുന്നോട്ട് നയിക്കും എന്ന് ചിന്തിക്കാനാണ് ബൈബിൾ നൽകുന്ന ഉപദേശം. ഇവിടെ യാക്കോബ് ഭാവിയിൽ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കുമെന്ന് അഹങ്കരിക്കുന്നവർ ആ ചിന്ത മാറ്റി ശരിയായി ചിന്തിക്കാൻ കാരണം നൽകുന്നു. എത്ര ശക്തനും ജ്ഞാനിയും ആയ മനുഷ്യനും വെറും മാഞ്ഞു പോകുന്ന ആവി പോലെ മാത്രമാണ്. ലോകത്തെ വിറപ്പിച്ചവർ ചരിത്രത്തിൽ മറഞ്ഞുപോയി. പലരുടെയും കല്ലറകൾ പോലും എവിടെയെന്ന് അറിയാൻ കഴിയാതെ യാതൊരു ശേഷിപ്പും ഇല്ലാതെ കഴിഞ്ഞുപോയി. എന്നാൽ ദൈവം കൃപ ചെയ്താൽ നാം ജീവിച്ചിരുന്ന് ദൈവഹിതം ചെയ്യും എന്ന് ചിന്തിക്കുന്നവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ ജീവിക്കുന്നത് ദൈവത്തിനായാണ്. ദൈവത്തിനവർ വിലയേറിയവരാണ്. നാളെ ഈ ഭൂമിയിൽ അവശേഷിച്ചില്ലെങ്കിലും അവർ ദൈവത്തോടൊത്ത് നിത്യതയിൽ ജീവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.